ഹലോ, ഇന്നൊരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. അതിനായിട്ട് അയല വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ചട്ടി ഒന്ന് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയം ഒരു നുള്ളു ഉലുവയും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവയും ഒന്ന് പൊട്ടി വരുന്ന സമയം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടിയുടെയും പച്ചമണമൊക്കെ മാറി നല്ലതായിട്ട് മൂത്ത് വരണം കേട്ടോ, എന്നാലേ കറിക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളേ. പൊടിയെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള കുടംപുളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ കുടംപുളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. മീൻകറി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പൊടിയെല്ലാം മൂത്ത് കഴിയുമ്പം കറിക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ അന്നേരം തന്നെ ഒഴിക്കണം. അതല്ലാതെ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ നിൽക്കുമ്പം കറിക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് വേണം മീൻ പെറുക്കിയിടാൻ. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് മീൻ ഇടുന്ന ഭാഗം കട്ടായി പോയിട്ടുണ്ട് ഗൈസ്, അത് കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പം നന്നായിട്ട് തിളച്ചൊക്കെ വന്ന് വേകുന്ന സമയത്താണ് ഗൈസ് എനിക്ക് ബാക്കി വീഡിയോ കിട്ടിയത്. ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല കോട്ടയം സ്റ്റൈൽ മീൻകറി നന്നായിട്ട് വെട്ടി തിളച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും